ഹായ് ഫ്രണ്ട്സ്, ഓണം സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പായസമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. കുമ്പളങ്ങ യൂസ് ചെയ്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ പിങ്ക് പാലടയുടെയൊക്കെ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇത് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് കുമ്പളങ്ങയാണെന്ന് ആർക്കും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കഴിയുമെങ്കിൽ ഈ ഓണത്തിന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുമ്പളങ്ങയൊക്കെ വീട്ടിൽ ഉണ്ടാവുമല്ലോ, സദ്യയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിക്കുന്ന സാധനമാണ് കുമ്പളങ്ങ. അപ്പോൾ അതൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. പായസം ഉണ്ടാക്കാനായിട്ടുള്ള കുമ്പളങ്ങ ഇതാ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കുമ്പളങ്ങയുടെ പകുതിയാണ്, ഏകദേശം ഒരു 400 ഗ്രാമിലധികം ഉണ്ടായിരുന്നു. ഇതിനി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾസിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ, നല്ലോണം വെള്ളം ഉണ്ടാവുമല്ലോ കുമ്പളങ്ങയിൽ, അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണിത്. ഇനി നമ്മളൊരു പാന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നെയ്യിൽ. ഇപ്പോൾ ഇത് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ശർക്കര കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കുമ്പളങ്ങയിലേക്ക് നന്നായിട്ട് ഈ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ പുറത്ത് വന്ന് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ഈ ഒരു ടേസ്റ്റ് പിടിക്കണം. പിന്നെ അതുപോലെ തന്നെ പായസത്തിന് നമുക്ക് വൈറ്റ് കളറിൽ നിന്നും കുറച്ചൊരു പിങ്കിഷ് കളറാവാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പഞ്ചസാരയും ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ മധുരത്തിനൊരു ബാലൻസ് കിട്ടുകയും ചെയ്യും. ഈ ശർക്കരപ്പാവിൽ കിടന്ന് കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് കുക്കാവണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം സാധാരണ പായസമൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇളക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ എത്രത്തോളം കുറുക്കിയെടുക്കുന്നോ അത്രത്തോളം നമ്മളെ പായസത്തിന് ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ നിങ്ങൾ കുറുക്കിയെടുക്കുകയൊന്നും വേണ്ട. ഇതിൽ ചെറിയൊരു ടിപ്പ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കുമ്പളങ്ങയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ലല്ലോ, പക്ഷേ ഈ ഒരു പായസത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പാലിൻ്റെയും ശർക്കരയുടെയും പഞ്ചസാരയുടെയും ഒക്കെ ടേസ്റ്റ് ഇതിൽ അബ്സോർവായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു പായസമായി വരുന്ന സമയത്ത് ഒരിക്കലും ഇത് കുമ്പളങ്ങയാണെന്നുള്ളത് അറിയാനേ പറ്റില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര, മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരുത്താം. അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് തിളച്ച് കുറുകണമെന്ന് മാത്രം. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസം ഒന്നുകൂടെ കുറുകി വരാനായിട്ട്, അതായത് ഈ പായസത്തിൽ സ്റ്റാർച്ചൊന്നും ഇല്ലാത്തതാണ്, കുമ്പളങ്ങയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. കോൺഫ്ലവർ ആയതുകൊണ്ട് നമ്മൾ പായസത്തിൻ്റെ ടേസ്റ്റിന് അത് എഫക്റ്റ് ചെയ്യില്ല. വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ പായസം ഒന്ന് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകി വരും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പായസം വാങ്ങി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പായസം വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് വറുത്തിടണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നെയ്യോട് കൂടെ തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മളുടെ അടിപൊളി കുമ്പളങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.